പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴമുണ്ട്, പിന്നീട് 3-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 7-ൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് സ്വതവേ ജന്മവ്യാഴവും കണ്ടകശനിയും ഉള്ള ഒരു സമയമാണ്. അത്ര ശുഭമല്ല ഇത് രണ്ടും. ഇവിടെ ലഗ്നത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴവും 7-ൽ ചൊവ്വയുമുണ്ട്. അതൊരു നല്ല യോഗമാണോ? ഒരു നല്ല യോഗമല്ല. ലഗ്നത്തെ ധിഷണേ ദിവാകരസുതോ ഭൗമോദവ ദ്യൂനകെ മന്ദേ ലഗ്നതേ മതാത്മജ തപസ്സംസ്ഥോ മഹീനന്ദന. ലഗ്നത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ശനിയോ ചൊവ്വയോ വന്നാൽ ഉന്മാദദായിനോ യോഗാഹ ഏവമഷ്ടു സമീരിത. ഉന്മാദം ഒരുതരം ഭ്രാന്താവസ്ഥയെ സൃഷ്ടിക്കും. അതിഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾ ഒരു ഉന്മാദാവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെ 2 വിഷയങ്ങളുണ്ട്. മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ അങ്ങേയറ്റം ദുർബലമായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും പല വിഷയങ്ങളിലും ഭൂമിപരമായ വലിയ സ്കാൻഡൽസ്, വിവാദങ്ങൾ ഉണ്ടാവുക, ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എല്ലാം തയ്യാറായി കഴിഞ്ഞാലും ഡോക്യുമെൻറ്റ്സ് തന്നെ ചതിക്കുക, വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക, അതിനുമപ്പുറം മക്കൾക്ക് വേണ്ടി തയ്യാറായ പല വിഷയങ്ങളിലും പ്രയാസങ്ങൾ വരിക, സ്വർണം നഷ്ടപ്പെടരുത്. വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സ്വർണം വിവാഹത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമോ ലോക്കറിൽ വെക്കാതെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സ്വർണം ഒരു പ്രത്യേക ഘട്ടത്തിൽ താൻ അപ്രതീക്ഷിതമായി യാത്ര ചെയ്യുമ്പോൾ അവിടെ തസ്കര ഭയം വരിക, നഷ്ടപ്പെടുക, സ്വർണം, വിശേഷപ്പെട്ട വസ്തുക്കൾ, യാത്രയിൽ തന്നെ പാസ്പോർട്ട് നഷ്ടപ്പെടുക, ഇതൊക്കെ തന്നെ മനസ്സിന് ഭ്രമത്വമുണ്ടാക്കും മിഥുനൻ രാശിക്കാർ. നിർബന്ധമായും ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന മന്ത്രം ചിന്മുദ്രയിൽ ജപിക്കുക 18 തവണ. പ്രയാസങ്ങൾ മാറണം, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ വരും. രേഖ നഷ്ടപ്പെടുക, അനാവശ്യമായി ശത്രുവിവാദങ്ങൾ വരിക, പാർട്ട്ണർഷിപ്പ് വ്യവസായത്തിൽ വളരെയധികം തർക്കങ്ങൾ വരിക, വീട്ടിൽ തീ കൊണ്ട് ഭാര്യയ്ക്ക് അപകടമുണ്ടാകും. ഭാര്യ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴോ തീ ഉപയോഗിക്കുമ്പോഴോ ശ്രദ്ധിക്കണം. പലപ്പോഴും ഭർത്താവ് ഭാര്യയെ പീഡിപ്പിച്ചു എന്നൊരു കംപ്ലൈൻറ്റുകളൊക്കെ ഭാര്യ ഭർത്താവിനെതിരെ ഉപയോഗിക്കുന്ന സമയവും കൂടിയാണ്. അനാവശ്യമായ വാശി ഒരു വിഷയത്തിലും കാണിക്കാതിരിക്കുക മിഥുനൻ രാശിക്കാർ. സ്ത്രീപരമായ വിഷയത്തിലൊന്നും എടുത്തു ചാടിയാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് അറിയുക. നന്ദി, നമസ്തേ.